ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവം അവരെ മടക്കി വരും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ അന്ത്യകാലത്ത് നടക്കുവാനുള്ള ചില പ്രത്യേക സംഭവങ്ങൾ, യുദ്ധങ്ങൾ, പ്രത്യേകിച്ചും ഇസ്രായേൽ രാജ്യത്തിനെതിരെ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രവാസത്തിലിരുന്നുകൊണ്ട് ഇസ്രായേലിൻ്റെയും പ്രത്യേകിച്ച് ലോകത്തിൻ്റെയും അന്ത്യ കാലഘട്ടത്തെ പറ്റി വളരെ വ്യക്തമായി ദൈവം നൽകിയ ആലോചനകൾ ജനത്തോട് അറിയിച്ച, അത് രേഖപ്പെടുത്തിയ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് യെഹെസ്കേൽ. ബാബേൽ പ്രവാസത്തിൽ താനായിരുന്നപ്പോൾ ദൈവം ഇസ്രായേലിനെ പറ്റി പറഞ്ഞ ആലോചനകൾ ജനത്തോട് അറിയിക്കുകയും അതിനുശേഷം ബാബേലിൽ നിന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ സ്വന്തം പട്ടണമായ യെരുശലേമിലേക്ക് മടങ്ങി വന്ന് തൻ്റെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ പൂർത്തീകരിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് യെഹെസ്കേൽ. ഇവിടെ നാം ഈ 38-ാം അധ്യായത്തിൽ നിരവധി യുദ്ധങ്ങളുടെയും തകർച്ചകളുടെയും അനുഭവങ്ങളാണ് കാണുന്നത്. 17-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും എന്നും പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം അന്ന് അരുളിച്ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ? അതായത് ഇസ്രായേലിനെതിരെ ഉയർന്നു വരുന്ന ജാതീയ ശക്തികൾ, പല രാജ്യങ്ങളുടെ പേര് പ്രത്യേകമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് ദൈവവചനം ആഴത്തിൽ പഠിക്കുന്ന, ചരിത്രം പഠിക്കുന്ന, ഭൂമി ശാസ്ത്രം പഠിക്കുന്ന പണ്ഡിതന്മാരായ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. എന്തൊക്കെയായാലും അന്ത്യകാലത്ത് ഇസ്രായേലിനെതിരെ സകല ജാതികളും ഒന്നിച്ചു കൂടുമെന്നും ഇസ്രായേൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്നും ഇസ്രായേലിന് വിരോധമായി വരുന്ന ജാതികളെല്ലാം അതിനെ തകർത്ത് കളയുമെന്നും പ്രവാചകന്മാർ മുഖാന്തരം ദൈവമായ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പാപം, അവർ മശിഹായെ തള്ളിക്കളഞ്ഞത്, അവർ അവനിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ പോയതെല്ലാം ഒരു കാലത്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിലവിളിക്കേണ്ട ഒരു കാലഘട്ടം ഉറപ്പായും വരും. അങ്ങനെ ഇസ്രായേലിനെതിരായി സകല ജാതികളും കൂട്ടം കൂടി അവരെ തകർത്ത് കളയുമ്പോൾ അവരുടെ മശിഹ വെളിപ്പെടുകയും അവരെ അതിൽ നിന്ന് രക്ഷിച്ച് അവൻ്റെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് അവൻ്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും.